ാണ് ലബനാനിൽ ഇസ്രായേൽ യുദ്ധം തുടരുന്നത്. ഇറാൻ വെടിനിർത്തൽ കരാറിന് കനത്ത തിരിച്ചടി. ലബനാനിൽ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ലബനാൻ യുദ്ധം തുടർന്നാൽ US ഇറാൻ വെടിനിർത്തൽ ചർച്ച അർത്ഥശൂന്യമാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് അനുമതി ലഭിച്ചിട്ടില്ല. ജെറുസലേമിലെ മസ്ജിദുൽ അക്സ തുറന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു. യുദ്ധത്തിൽ 3000-ലേറെ പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ഫോറൻസിക് മെഡിക്കൽ സംഘടന അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, നയതന്ത്ര പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിലായിട്ട് പോലും ആക്രമണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു പിൻവലിയൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സാഹചര്യങ്ങൾ എത്ര കണ്ട് സങ്കീർണമാണ്? ഇറാനും ഒപ്പം തന്നെ ഇസ്രായേലും US ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് നിലവിൽ? അനീഷ്, എന്തായാലും പിന്നിട്ട മണിക്കൂറുകളിൽ ആക്രമണം സംബന്ധിച്ച യാതൊരു റിപ്പോർട്ടുകളും ഇറാന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ആ അർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലബനാന് നേരെയുള്ള ആക്രമണമാണ് ഇസ്രായേൽ തുടരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇറാനും അമേരിക്കയും തമ്മിൽ രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാറിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് 10 മിനിറ്റിനുള്ളിൽ 100-ലധികം കേന്ദ്രങ്ങളിലായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നത്. അതിലൂടെ മരണപ്പെട്ടത് 303 പേരാണ്. 1200-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ആക്രമണമായിരുന്നു ലബനാനിലെ ബെയ്റൂത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അരങ്ങേറിയത്. ഇത് വളരെ കടുത്ത നിലപാടുകളിലേക്ക് ഇറാനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം വെടിനിർത്തൽ കരാറിൽ പറഞ്ഞത് ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ആക്രമണങ്ങളും ഇരുപക്ഷവും നിർത്തിവെക്കണമെന്നാണ്. ഇസ്രായേലും അത് നിർത്തിവെക്കേണ്ടതായിരുന്നു. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഇത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല എന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അത് തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് ലബനാനെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഇറാനും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനും പറയുന്നത് ലബനാൻ വെടിനിർത്തലും ഇതിന്റെ ഭാഗം തന്നെയാണ്, അത് നടപ്പാക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ്. എന്തായാലും വലിയ സമ്മർദ്ദത്തെ തുടർന്നാണെങ്കിലും ഒടുവിൽ ട്രംപ് നെതന്യാഹുവുമായിട്ട് അല്പം മുമ്പ് സംസാരിച്ചു. അങ്ങനെ ലബനാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ളൊരു ചർച്ച അടുത്ത ആഴ്ച അമേരിക്കയിൽ വെച്ച് നടത്താനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരുപക്ഷെ ഇറാനെ കുറെ കൂടി അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. നാളെ ഏറ്റവും നിർണായകമായിട്ടുള്ള ചർച്ച ഇസ്ലാമാബാദിൽ നടക്കാൻ പോവുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് അമേരിക്കൻ സംഘത്തെ നയിക്കുന്നത്. അവരുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ വൈറ്റ് ഹൌസിന്റെ ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായിട്ടുള്ള ജറദ് കുഷ്ണർ എന്നിവർ സംഘത്തിൽ ഉൾപ്പെടുമെന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. മിക്കവാറും അവർ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇസ്ലാമാബാദിൽ എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പകരം ഇറാനിൽ നിന്നുള്ള സംഘം എപ്പോൾ വരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഇറാൻ സംഘം ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ്. പക്ഷേ അല്പം മുമ്പ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള നീക്കുപോക്കുകൾക്ക് അല്ലെങ്കിൽ വെടിനിർത്തലിന് തങ്ങൾക്ക് താല്പര്യമില്ല. ഒരു സമഗ്രമായ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. ആ സമഗ്രമായ വെടിനിർത്തലിൽ ഗൾഫിൽ ഉടനീളം നിലനിർത്താൻ സാധിക്കണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ സമ്മർദ്ദത്തെ തുടർന്നാണെങ്കിലും ഇറാൻ സംഘത്തെ അയക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് പാകിസ്ഥാൻ വെച്ചു പുലർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ നടക്കുന്ന ഇസ്ലാമാബാദ് ചർച്ച വളരെ നിർണായകമായിരിക്കും. ആ ചർച്ചയിൽ ഏതൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഒരു തീരുമാനമായിട്ടില്ല. അക്കാര്യവും നാളെ കാലത്ത് മാത്രമായിരിക്കും നടക്കുക എന്നതാണ് മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഈ ചർച്ചയിൽ വിലങ്ങുതടിയായിരിക്കുന്നത് ലബനാന്റെ വിഷയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ലബനാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പൂർണ്ണമായൊരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. കാരണം ഈ US യുദ്ധത്തിൽ ഉൾപ്പെടെ ഇറാനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നത് ലബനാനാണ്. അതിന്റെ തിക്തഫലങ്ങളാണ് ഇപ്പോൾ ലബനാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ അമേരിക്ക ഒരു പുനർചിന്തനം നടത്തേണ്ടതല്ലേ? ഈ ലബനാനിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് മേൽ അങ്ങനെ ഒരു സമ്മർദ്ദം നിലവിലുണ്ടോ? അനീഷ്, എന്തായാലും ഈ സമ്മർദ്ദം എന്നുള്ള നയതന്ത്രമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാരണം 39 ദിവസം നീണ്ട ഏറ്റവും വ്യാപക പ്രഹരശേഷിയുള്ള ഒരു യുദ്ധം, ആ യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ തോതിലുള്ള അന്തർദേശീയ സമ്മർദ്ദമായി ഉണ്ടായി. ആ സമ്മർദ്ദത്തെ തുടർന്ന് മേഖലയിലെ രാജ്യങ്ങൾ പോലും അതിൽ ശക്തമായിട്ടുള്ളൊരു ആവശ്യവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ 2 ആഴ്ചക്കാലത്തേക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ളൊരു വെടിനിർത്തൽ വന്നത്. ഇസ്രായേലും അതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലും ആക്രമണം നിർത്തിവെച്ചു.
ഇറാന്റെ ഭാഗത്തു നിന്നും ഇന്നലെ വൈകിട്ട് മുതൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിന് നേർക്കോ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. ആ ഒരു സാഹചര്യത്തിൽ ഇത് അടുത്ത 2 ആഴ്ച മാത്രമല്ല, ഒരു സമഗ്രമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അക്കാര്യം മധ്യസ്ഥ രാജ്യങ്ങളെ അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രധാന കടമ്പ നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ ലബനാൻ തന്നെയാണ്. ലബനാനിലെ ഹിസ്ബുല്ലയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇനിയും ഹിസ്ബുല്ലയുടെ ആ ചെറുത്തുനിൽപ്പിനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഇത്രയും കൊടിയ ക്രൂരതയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾക്കും ചിലത് പുനരാലോചിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട്